Hello children. In the previous video we studied that a current carrying wire acts as a magnet. അല്ല അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ വയറിൽ കറൻറ്റിൻ്റെ ഡയറക്ഷനും പിന്നെ ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനുമായിട്ടൊരു ബന്ധമുണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്ത റൂളായിരുന്നു റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. അത് നിങ്ങൾക്ക് നല്ലോണം മനസ്സിലായല്ലോ. വെൻ ദ തമ്പ് ഫിംഗർ ഷോസ് ദ ഡയറക്ഷൻ ഓഫ് ദ കറൻറ്റ് ദെൻ ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഷോൺ ബൈ ദ റെസ്റ്റ് ഓഫ് ദ ഫിംഗേഴ്സ് അല്ലേ. അതേ ഈ റൈറ്റ് ഹാൻഡ് തമ്പ് റൂളിൻ്റെ പോലെ തന്നെ ഇനിയൊരു റൂളും നമുക്ക് യൂസ് ചെയ്യാം ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദാറ്റ് ഈസ് കോൾഡ് മാക്സ്വെൽസ് കോക്ക് സ്ക്രൂ റൂൾ. ഈ റൂളിൽ എന്താ പറയുന്നത്, ഈ സ്ക്രൂ പോകുന്ന ഡയറക്ഷന് നമുക്ക് ടേക്ക് ഇറ്റ് ആസ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്. ദെൻ വാട്ട് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഈ മേലത്തെ ടോപ്പ് ഓഫ് ദാറ്റ് സ്ക്രൂനു ആ സ്ക്രൂ ഏത് ഡയറക്ഷനിലാണ് ചിറ്റുക, that will give you the direction of the magnetic field lines. But then ഇതിനേക്കാളും ഈസി റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ആണ്. ഈ റൂളും യൂസ് ചെയ്തിട്ട് വി ക്യാൻ ടോക്ക് അബൌട്ട് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് കറണ്ട്. അപ്പോൾ ഈ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ നമ്മൾ പഠിച്ചല്ലോ. അതിൽ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചിട്ട് ആ ക്വസ്റ്റ്യനിൽ എന്താ ചോദിക്കുന്നത് അത് ഫസ്റ്റ് നമ്മൾക്ക് മനസ്സിലാവണം. അപ്പോൾ ഈ ഡയറക്ഷൻസിനെ യൂസ് ചെയ്യുന്ന എല്ലാ വേർഡ്സും നമ്മൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കണം. നമ്മൾ നോർമലി അറിയുന്ന ഡയറക്ഷൻസ് എന്തൊക്കെ, മേലെ ഉള്ളത് north direction, something to your downwards is your south direction, something to your right is the east direction and something to your left is the west direction. അപ്പോൾ ഇങ്ങനെ നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് നമുക്കറിയാം. പിന്നെ ക്വസ്റ്റ്യനിൽ ചിലപ്പം വരും അപ്വേർഡ് ആൻഡ് ദെൻ ബിലോ, അബവ്, ബിലോ. അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫസ്റ്റ് ഒരു ടേബിളും ചെയർ ഇട്ടുതരാം നിങ്ങൾക്ക്. ഓക്കെ, ജസ്റ്റ് ഇമാജിൻ യു ആർ സിറ്റിംഗ്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഈ ഫോർമാറ്റിലാണ് ഉണ്ടാവുക അല്ലേ. ക്വസ്റ്റ്യൻ പേപ്പർ ഈസ് ഓൺ ദ ടേബിൾ. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്തത് എങ്ങനെ ഉണ്ടാവും, റിലേറ്റഡ് ടു യുവർ പേപ്പർ. ഓക്കെ, പിന്നെ ഡയറക്ഷനെ പറ്റിയിട്ട് പറയും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോർത്ത് ഡയറക്ഷൻ എന്തായിരിക്കും, ഇഫ് യു ഓൾ ആർ സിറ്റിംഗ് ഹിയർ. ഓക്കെ, യു ആർ സിറ്റിംഗ് ഹിയർ. അപ്പോൾ നോർത്ത് ഡയറക്ഷൻ നിങ്ങൾക്ക് എന്തായിരിക്കും, ഈ പേപ്പറിൽ വരച്ച ഈ ഡയറക്ഷൻ ആയിരിക്കും നോർത്ത് അല്ലേ. ഇപ്പോൾ മോസ്റ്റ് പോയിന്റ് നോർത്ത് ആയിരിക്കും, ഡൗൺ പോയിന്റ് സൗത്ത് ആയിരിക്കും. അതേപോലെ പേപ്പറിൽ ഇങ്ങനെ വരച്ച ഡയറക്ഷൻ വിൽ ബി വാട്ട്, ഈ സൈഡിൽ വരുന്ന ഡയറക്ഷൻ വിൽ ബി ഈസ്റ്റ് ആൻഡ് ദിസ് സൈഡ് വരുന്ന ലെഫ്റ്റ്, നിങ്ങളെ ലെഫ്റ്റിലേക്ക് വരുന്ന ഡയറക്ഷൻ വിൽ ബി വെസ്റ്റ്. ഇനി ഇതില്ലാതെ ഇനിയും കുറച്ച് ഡയറക്ഷൻസിനെ പറ്റിയിട്ട് പേപ്പറിൽ വരാറുണ്ട്. ആ ഡയറക്ഷൻ എന്ത് ഡയറക്ഷൻ ആണെന്നറിയോ, അപ്വേർഡ് ഫ്രം ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ. ഇപ്പോൾ നിങ്ങളുടെ പേപ്പർ വന്ന് ഇസ് ഓൺ ദ പ്ലെയിൻ, ഒരു ടേബിൾ ടോപ്പിലാണ് നിങ്ങളുടെ പേപ്പർ ഉള്ളത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൺ എ പ്ലെയിൻ സർഫേസ്. അപ്വേർഡ് എന്ന് പറയുമ്പം യു ഹാവ് ടു ടേക്ക് ദിസ് ഡയറക്ഷൻ ആസ് അപ്വേർഡ്, ദാറ്റ് ഈസ് കമ്മിങ് ഔട്ട് ഓഫ് ദ ടേബിൾ. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർ ഇനിയൊരു വേർഡ് യൂസ് ചെയ്യും. ഇറ്റ് ഈസ് കമ്മിങ് ഔട്ട് ഓഫ് ദ ടേബിൾ ഓർ നോർമൽ ടു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ പറയും, ഇല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ. അപ്പോൾ ഇത് നോക്കൂ, ദിസ് ഇസ് പെർപെൻഡിക്കുലർ നോ ടു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ, ദിസ് ലൈൻ ഇസ് പെർപെൻഡിക്കുലർ. അപ്പോൾ ഇങ്ങനെ മാപ്പിട്ട് വരുന്നതിന് അപ്വേർഡ് എന്ന് പറയും. ആൻഡ് സംതിങ് വിച്ച് വിൽ ഗോ ഇൻസൈഡ്, ഈ ടേബിളിൻ്റെ ഉള്ളിൽ കൂടി താഴെ വരുന്ന ആ ഡയറക്ഷനാണ് ബിലോ എന്ന് പറയും. ഓക്കെ, ബിലോ ദ ടേബിൾ, ബിലോ ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ, പെർപെൻഡിക്കുലർ ബിലോ ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡയറക്ഷൻ മനസ്സിലാക്കണം. അപ്പോൾ ഈ കോൺസെപ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് എപ്പോഴും ഈ 3 ഡയമെൻഷനൽ മനസ്സിലാവണം. ഓക്കെ, അപ്പോൾ ഇതിൽ ഓൺ ദ പേപ്പർ ഇഫ് യു ആർ ഡ്രോയിങ് യു ഹാവ് യുവർ നോർത്ത്, യു ഹാവ് യുവർ സൗത്ത് ലൈക്ക് ദിസ്, യു ഹാവ് യുവർ ഈസ്റ്റ് ആൻഡ് യു ഹാവ് യുവർ വെസ്റ്റ് ലൈക്ക് ദിസ്. Okay, on the paper. And when you're talking about up and down, that is, this is out of the paper, coming out of the paper, straight line coming outside the paper, which is perpendicular to the normal to the plane of the paper. And you have a line going below also. ഇങ്ങനെയും വരാം. ഓക്കെ, ദാറ്റ് ഈസ് അഗെയിൻ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ. അപ്പോൾ ഈ ഡയറക്ഷൻസ് നല്ലോണം മനസ്സിലാക്കിയാൽ യു വിൽ ബി ഏബിൾ ടു സോൾവ് ഓൾ ദ ക്വസ്റ്റ്യൻസ്. ഇനി ഇത് നിങ്ങൾക്ക് കറൻറ്റിൻ്റെ ഫ്ലോന് വരുന്ന ഇപ്പോൾ ഡയറക്ഷൻസ് ഇതായിരിക്കും, നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ്, ഇല്ലെങ്കിൽ കമ്മിങ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ, അപ്വേർഡ് ഓർ ഗോയിങ് ഡൗൺവേർഡ്. അങ്ങനെ ഈ 6 ഡയറക്ഷൻസാണ് കറൻറ്റിന് വരാൻ സാധ്യത. ബട്ട് ദെൻ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ റൗണ്ട് ചുറ്റുന്ന സാധനമല്ലേ. അപ്പോൾ ഇതിന് നമ്മളിങ്ങനെ നോർത്ത് ഈസ്റ്റ് വരാൻ പറ്റില്ല, നമുക്ക് എപ്പോഴും 2 വാല്യൂ പറയേണ്ടി വരും. ഫോർ എക്സാമ്പിൾ ഈസ്റ്റ് ടു വെസ്റ്റ്, ഇല്ലെങ്കിൽ നോർത്ത് ടു സൗത്ത്, അങ്ങനെ പറയേണ്ടി വരും. ഇല്ലെങ്കിൽ യു ക്യാൻ ഓൾസോ സേ ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ്. This is clockwise, this is anti-clockwise. Clockwise പറയുന്നത് എന്തിനാ, ഈ hands of the clock will move like this, that we are sure, no? So this direction is clockwise.
Okay, and this opposite to that direction is anti-clockwise. അപ്പോൾ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ പറയുമ്പം ചിലപ്പം ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസ് ആ വേർഡ്സ് യൂസ് ചെയ്യേണ്ടി വരും. പക്ഷേ ഒരു കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ ജസ്റ്റ് ഇമാജിൻ ഇഫ് ദിസ് ഈസ് എ ക്ലോക്ക് കെപ്റ്റ് ഹിയർ and this is a clockwise direction going like this. Okay, അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് കാണാനെങ്കിൽ you feel it as clockwise, but then if you're watching it from here അപ്പോൾ നിങ്ങൾക്കതൊരു ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് കാണും. ഓക്കെ, നിങ്ങൾ ബാക്ക് സൈഡിൽ നിന്ന് കാണുമ്പം ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് കാണും. അപ്പോൾ ഇതിൽ ശരിക്കും നിങ്ങൾ ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസ് പറയുകയാണെങ്കിൽ യു വിൽ ഓൾസോ ഹാവ് ടു സേ ഫ്രം വിച്ച് ഡയറക്ഷൻ യു ആർ സെയിങ്. അപ്പോൾ ഈ ഒരു നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്ന ഒരു എക്സാമ്പിൾ സമ്മാണ്. ഇത് മനസ്സിലായാൽ നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ് ക്ലിയർ ആയി എന്നർത്ഥം. നോക്കാം. A current through a horizontal power line flows in east to west direction. What is the direction of magnetic field at a point directly below it and at a point directly above it? They are saying the current is moving from the east to the west. അപ്പോൾ നമുക്ക് ഈസ്റ്റ് നിന്ന് വെസ്റ്റിലേക്ക് ഡയറക്ഷൻ ഓഫ് ദ കറണ്ട് കിട്ടി. അപ്പോൾ നമ്മൾ റൈറ്റ് ഹാൻഡിൽ ഇത് പിടിച്ചിങ്ങനെ നിങ്ങളൊന്ന് കൈ കൊണ്ട് ട്രൈ ചെയ്ത് നോക്കൂ. റൈറ്റ് ഹാൻഡിൽ ഇത് പിടിച്ചാൽ ഇത് എളുപ്പത്തിൽ മനസ്സിലാവുണ്ടല്ലോ. നിങ്ങളുടെ റെസ്റ്റ് ഓഫ് ദ ഫിംഗേഴ്സ് ആർ ഷോയിങ് ദിസ് ഡയറക്ഷൻ അല്ലേ. ഇങ്ങനെയാണ് റെസ്റ്റ് ഓഫ് ദ ഫിംഗേഴ്സ് ഷോയിങ്. അപ്പോൾ ദിസ് ഡയറക്ഷൻ ഹൗ വിൽ യു റൈറ്റ് ഡൗൺ? ഇത് ഇങ്ങനെ ആണ് എന്ന് പറയുന്നത് യു ഹാവ് ടു റൈറ്റ് ഡൗൺ ഇൻ സെൻറ്റൻസ്. നോ, so what you can see, this is the how you can write it, this is your west, no? So west nu nokkumbom idu anti clockwise aittu chittunundi. So you should mention the direction of the magnetic field is anti clockwise when you see it from the west. Like ningal east nu nokkanengil this will be a clockwise direction. Appo your answer can also include it, the direction of the magnetic field is clockwise when viewed from the east end. അപ്പോൾ this is how you write the directions. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായാൽ ഇനി ഫർദർ വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ കോൺസെപ്റ്റ് ഈസി ആവും. നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റും പിന്നെ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ അപ്വേർഡ്, പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഡൗൺവേർഡ്, അത് രണ്ട് കോൺസെപ്റ്റും മനസ്സിലായാൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഈസി ഫോർ യു. ഓക്കെ, അപ്പോൾ ഇത്ര സ്ട്രേറ്റ് വയർ യൂസ് ചെയ്തിട്ട് ഒക്കെ പഠിച്ചുള്ള നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ ആണെങ്കിൽ എങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, പിന്നെ നിങ്ങൾ ബുക്കിൽ നിന്ന് പുറത്തേക്ക് പെർപെൻഡിക്കുലർ അപ്വേർഡ്സ് വന്നാൽ എന്തായിരിക്കും, അതേപോലെ പെർപെൻഡിക്കുലർ ഡൗൺവേർഡ്സ് പോയാൽ എന്തായിരിക്കും, അതൊക്കെ ഈ സ്ട്രേറ്റ് വയർ വെച്ച് പഠിച്ചു. ഇനി സയൻറ്റിസ്റ്റ്മാർ നെക്സ്റ്റ് ചെയ്ത സംഭവം എന്താണ്, ഈ വയറിന് തന്നെ ഒരു ലൂപ്പാക്കി എടുക്കുകയാണെങ്കിൽ എന്നിട്ട് യു ആർ ഹാവിങ് യുവർ പ്ലസ് ആൻഡ് മൈനസ്, ദ ഫ്ലോ ഓഫ് കറണ്ട് ഡയറക്ഷൻ വിൽ ബി പോസിറ്റീവ് ടു നെഗറ്റീവ്. ഇങ്ങനെ ഒരു ലൂപ്പായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഏരിയയിൽ എന്തായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ ഒരു ക്യാരക്ടർ, അത് സ്റ്റഡി ചെയ്തതാണ് നെക്സ്റ്റ് സംഭവം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് വാട്ട് ദേ ഡിഡ്, ഇപ്പോൾ ഇങ്ങനെ നിങ്ങളെ ടേബിൾ ടോപ്പ് ആണെങ്കിൽ വി ആർ കൺസിഡറിങ് എ ലൂപ്പ് ദാറ്റ് ഈസ് ടേക്കൺ അപ്പ് ലൈക്ക് ദിസ്. ഓക്കെ, ആ ലൂപ്പ് ഇങ്ങനെയാണ്, കുത്തനാണ്, ടേബിളിൻ്റെ മേലെ കുത്തനെ വെച്ചിട്ടുണ്ട്. സോ ഈച്ച് പാർട്ട് ഓഫ് ദ സർക്കുലർ ലൂപ്പ്, ഈച്ച് പാർട്ട് ഓഫ് ദാറ്റ് ലൂപ്പ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ സ്ട്രേറ്റ് ലൈൻ. ഇതൊരു സ്ട്രേറ്റ് ലൈൻ ആയിട്ട് കാണാം, ഇതിനൊരു സ്ട്രേറ്റ് ലൈൻ ആയിട്ട് കാണാം, ഇതിനൊരു സ്ട്രേറ്റ് ലൈൻ ആയിട്ട്, ഇതിന് സ്ട്രേറ്റ് ലൈൻ, ഇങ്ങനെ ഈച്ച് പാർട്ട് ഓഫ് ദ ലൂപ്പ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ സ്ട്രേറ്റ് ലൈൻ. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽസ് മാർക്ക്ഡ് ഔട്ട് ആണെങ്കിൽ യു നോ ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്, നോ, പോസിറ്റീവ് ടു നെഗറ്റീവ്. അപ്പോൾ ഇങ്ങനെ ഡയറക്ഷൻ ഓഫ് കറണ്ട് അറിയണമെങ്കിൽ അറ്റ് ദിസ് പോയിന്റ് യു നോ വാട്ട് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഇറ്റ് വിൽ ബി ലൈക്ക് കോൺസെൻട്രിക് സർക്കിൾസ്, നോ, ഈ പോയിന്റിൻ്റെ ചുറ്റും കോൺസെൻട്രിക് സർക്കിൾസ് ആയിട്ട് ഉണ്ടാവും അല്ലേ. എന്നിട്ട് അതിൻ്റെ ഡയറക്ഷൻ എന്താ, കറണ്ടിൻ്റെ ഡയറക്ഷൻ അപ്വേർഡ്സ് ആണ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇറ്റ് വിൽ ഗോ ദിസ് ലൈക്ക് ദിസ് ഡയറക്ഷൻ ഇറ്റ് വിൽ ടേക്ക്. അതേപോലെ ഇവിടെ പോയിൻ്റാണ് നിങ്ങൾ ഈ ലൈനാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അഗൈൻ യു വിൽ ഹാവ് മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി ലൈക്ക് കോൺസെൻട്രിക് സർക്കിൾസ് ലൈക്ക് ദിസ്. ആൻഡ് വാട്ട് വിൽ ബി ദ ഡയറക്ഷൻ, ഈ സൈഡിൽ ഫ്ലോ ഓഫ് കറണ്ട് ഡൗൺവേർഡ്സ് ആണ്. അപ്പോൾ ജസ്റ്റ് ട്രൈ ടു കീപ് യുവർ ഫിംഗേഴ്സ് ലൈക്ക് ദാറ്റ്, യുവർ thumb pointing towards the direction of current. You will see that the rest of the fingers point this ways അല്ലേ, ഈ ഡയറക്ഷനിലാണ് പോയിന്റ് ചെയ്യുന്നത്. സോ യു ആർ ഫൈനലി വാട്ട് യു ആർ സീയിങ് ഇൻസൈഡ് ദ ലൂപ്പ്, ഈ എല്ലാ സൈഡും ഉള്ളിലേക്ക് പോകുന്നുണ്ട്. പുറത്തത്തെ സംഭവം എന്താ, എല്ലാ സൈഡും പുറത്തേക്ക് വരുന്നത്. ഓക്കെ, സോ വെൻ വി സീ ദിസ് ഫിഗർ, ഇതിൽ എന്താ കാണിക്കുന്ന, ആ ലൂപ്പ് ഉണ്ട്. വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്, കറണ്ട് ഈസ് ഗോയിങ് ഇൻ ദിസ് ഡയറക്ഷൻ ഹിയർ അപ്വേർഡ്സ് ആൻഡ് ഇറ്റ് ഈസ് കമ്മിങ് ഡൗൺവേർഡ്സ് ലൈക്ക് ദിസ്.
ഈ ലൂപ്പിൽ യു ആർ കീപ്പിംഗ് എ കാർഡ്ബോർഡ് പേപ്പർ സോ ദാറ്റ് യു ക്യാൻ ഡ്രോ ദ ഫിൽ ഓഫ് ലൈൻസ്. ആ പോയിന്റിൽ ഫിൽ ലൈൻ ഏത് ഡയറക്ഷനിലാണെന്ന് കാണാൻ പറ്റും. ഇപ്പോൾ ഈ പോയിന്റിലും ഇല്ല ഈ പോയിന്റിലോ ഇല്ലെങ്കിൽ ഈ പോയിന്റിലോ അങ്ങനെ ഓരോ പോയിന്റിൽ ഫിൽ ലൈൻസിൻ്റെ ഡയറക്ഷൻ നമുക്ക് കാണാൻ പറ്റും. ഇനി ജസ്റ്റ് അപ്ലൈയിങ് ദ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ രണ്ട് സൈഡിനെയും യു ക്യാൻ കൺസിഡർ ആസ് സ്ട്രേറ്റ് ലൈൻസ് ആൻഡ് ദെൻ യു ക്യാൻ ഡ്രോ ദ കോൺസെൻട്രിക് സർക്കിൾസ് അറൗണ്ട് ഇറ്റ്. നമ്മൾ നേരത്തെ വീഡിയോയിൽ പഠിച്ചതാണല്ലോ സ്ട്രേറ്റ് ലൈൻ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കോൺസെൻട്രിക് സർക്കിൾസ് ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളിത് നടുഭാഗം കാണുമ്പം വാട്ട് യു ക്യാൻ സീ ഓൾ ദിസ് ടെൻഡ് ടു ബി സ്ട്രേറ്റ് ലൈൻസ്, ഓക്കെ, in the middle. So in the middle you have straight lines of magnetic field, okay, and the power of the magnetic field is the maximum in the middle of the coil, okay. ഇപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കൂടുതൽ ലൈൻസ് എവിടെ അല്ല അവിടെയാണ് കൂടുതൽ പവർ ഉണ്ടാവുക. ലൈൻസിൻ്റെ കോൺസെൻട്രേഷൻ വിട്ടിട്ടായിട്ട് ദൂരെ ആണെങ്കിൽ പവർ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി ലെസ് അറ്റ് ദാറ്റ് പോയിന്റ്. അപ്പോൾ ഈ കേസിൽ യു ക്യാൻ ഓൾസോ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദിസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുവർ അയൺ പൗഡർ. ഇങ്ങനത്തെ ഒരു സെറ്റപ്പിൽ ജസ്റ്റ് സ്പ്രിങ്കിൾ സം അയൺ പൗഡർ ആൻഡ് ടാപ്പ് ഓൺ ഇറ്റ്. ഇപ്പോൾ കറണ്ട് ഓഫ് ആക്കിയിട്ട് വെൻ യു സ്പ്രിങ്കിൾ ദ അയൺ പൗഡർ ദേ വിൽ ജസ്റ്റ് ബി റാൻഡംലി എവ്രിവെയർ. Then when you switch on the current, the iron filings will take the positions of the magnetic field lines. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ ഷേപ്പ് കാണാൻ പറ്റും. So this is how it will look. Okay, and if you take a thicker coil of wire, അപ്പോൾ കൂടുതൽ current will flow, so you'll have a stronger magnetic field formed by that coil. അപ്പോൾ ഒരു current carrying loopനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ all the magnetic field lines seem to go inwards at the center and they are strongest in the center, okay, and the lines seem to be straight line. അപ്പോൾ ഈ സ്ട്രേറ്റ് ലൈൻ നമ്മൾ പറയുന്നത് യു ക്യാൻ സേ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഉണ്ടാവും, ഒരു കുറവോ കൂടുതലോ ഉണ്ടാവില്ല. അപ്പോൾ എപ്പോഴും ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് വരയ്ക്കാൻ പറഞ്ഞാൽ വാട്ട് യു ഹാവ് ടു ഡു, യു ഹാവ് ടു ജസ്റ്റ് ഡ്രോ സ്ട്രേറ്റ് ലൈൻസ് ലൈക്ക് ദിസ് ആൻഡ് ഗിവ് ഇറ്റ് എ ഡയറക്ഷൻ ബിക്കോസ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഹാവ് direction, okay, always show it with direction. So this is how you will draw a uniform magnetic field line. അപ്പോൾ ഈ ഒരു കോയിലിനെ ചുറ്റിയപ്പോൾ ഇനി സയൻറ്റിസ്റ്റുമാർ ഇതിൽ മതിയാക്കിയില്ല. ഒരു കോയിലിൻ്റെ ഉള്ളിൽ നിന്ന് കറണ്ടിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനൊക്കെ ഒരു മനസ്സിലാക്കിയപ്പം ഇനി അവർ മനസ്സിൽ വന്ന കോൺസെപ്റ്റ് എന്താണ്, ഇങ്ങനെ കുറേ കോയിൽസ് ഉണ്ടെങ്കിലോ അപ്പോൾ എന്തായിരിക്കും അവസ്ഥ. അപ്പോൾ ഈ കുറേ കോയിൽസിൻ്റെ ഒരു വയർ ഉണ്ടാക്കൂലേ, അത് വന്ന് ഇൻസുലേറ്റഡ് ആയിട്ടുള്ള വയറാണ് യൂസ് ചെയ്യേണ്ടത്. ഇൻസുലേഷൻ ഇല്ലെങ്കിൽ എന്തായിരിക്കും സംഭവം, ദ കറണ്ട് ക്യാൻ പാസ് ത്രൂ ഡയറക്ട്ലി വിത്തൗട്ട് ഗോയിങ് റൗണ്ട് ഇൻ ദ കോയിൽ. ദ കറണ്ട് ക്യാൻ പാസ് ത്രൂ ഡയറക്ട്ലി. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് അവിടെ കിട്ടൂല. അപ്പോൾ നമുക്ക് ശരിക്കും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സഹായിക്കുന്ന ഒരു സംഭവമാണ് സോളനോയിഡ്. So this is called a solenoid. ഈ solenoid എന്താണ്? It is a coil of many circular turns of insulated copper wire. Children, this is very important. And the copper wire that you are using should be insulated. Or else what will happen, if you are connecting the current here like this, then the current will flow like this and you expect the current to go round like this. അല്ലേ? അപ്പോൾ ഇതിവിടെ ഇൻസുലേഷൻ ഇല്ലെങ്കിൽ കോപ്പർ വെരി ഗുഡ് കണ്ടക്ടർ ആണ്. അപ്പോൾ കറണ്ട് ക്യാൻ ഡയറക്ട്ലി ഫൈൻഡ് എ പാത്ത്. ഓക്കെ, കറണ്ട് ഇങ്ങനെ ലൂപ്പിൽ പോവാതെ നേരെ പോവും. അപ്പോൾ നിങ്ങൾക്ക് വിചാരിക്കുന്ന അത്ര പവർഫുൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാൻ പറ്റൂല. അപ്പോൾ സോളനോയിഡ് ഈസ് ഓൾവേസ് മെയ്ഡ് വിത്ത് മെയ്ഡ് ബൈ മെനി സർക്കുലർ ടേൺസ് ഓഫ് ഇൻസുലേറ്റഡ് കോപ്പർ വയർ ആൻഡ് ദേ ആർ റാപ്ഡ് ക്ലോസ്ലി ഇൻ ദ ഷേപ്പ് ഓഫ് എ സിലിണ്ടർ. ഇതിനെ സോളനോയിഡിന് പറയും. അപ്പോൾ ഈ സോളനോയിഡിൻ്റെ മേലെ നിങ്ങൾ അയൺ പൗഡർ ഇടാനെങ്കിൽ യു വിൽ നോ ഹൗ ഇസ് ദ പാറ്റേൺ, അല്ല ഈ അയൺ പൗഡർ വിൽ arrange itself in the magnetic field line. So then you will be able to see the pattern. So see children, this is how it will look. When you sprinkle iron powder and pass current through a solenoid, this is how it will look. And you can see inside what you are seeing, this continuous field lines you can see. Okay, continuous field lines you can see. And one side of it seems to emerge. If you keep a magnetic compass, you can find out this is coming from this side and merging to this side. So this also has a north pole and south pole. അപ്പോൾ ശരിക്കും ഈ ഫിഗർ കണ്ടിട്ട് നമുക്ക് ഈ സോളനോയിഡ് ഒരു ബാർ മാഗ്നറ്റിൻ്റെ പോലെ തന്നെ കാണില്ലേ? ഒരു ബാർ മാഗ്നറ്റിൻ്റെ ലുക്ക് തന്നെ ഉണ്ടല്ലോ ഈ സോളനോയിഡിന്. കറണ്ട് പാസ് ചെയ്തപ്പം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ഇഫ് യു സീ ദ ഫീൽഡ് ലൈൻസ്, സോ ദിസ് is how the field lines look. Okay, through a solenoid if you pass current, this is how the field lines look like.
ഇപ്പോൾ നിങ്ങൾ ഇതിൽ ശ്രദ്ധിച്ച് നോക്കുമ്പം this part you have the field lines emerging out, so that is the north pole, and this part you have the field lines going inside, so that is the south pole. And inside the magnet you can see straight lines. അപ്പോൾ there is a uniform magnetic field inside the solenoid. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻറ്റ് 1 mark question ആയിട്ട് വരാൻ പറ്റും അല്ലേ. ഇൻസൈഡ് ദ സോളോനോയിഡ് യു ഹാവ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഡിക്രീസിങ് ടുവേർഡ്സ് ദ എൻഡ്, ഇൻക്രീസിങ് ടുവേർഡ്സ് ദ എൻഡ്, ഓർ യൂണിഫോം, അങ്ങനത്തെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ വാട്ട് ഷുഡ് യു റൈറ്റ്? ഇൻസൈഡ് ദ സോളോനോയിഡ് ദർ ഇസ് എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. എന്നിട്ട് ഏറ്റവും കൂടുതൽ പവർഫുൾ മാഗ്നറ്റിക് ഫീൽഡും ഇൻസൈഡ് ദ സോളോനോയിഡ് ആയിരിക്കും. അപ്പോൾ ഈ സോളോനോയിഡ് വന്ന് ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അത് നിങ്ങൾ കൂടുതൽ കറണ്ട് പാസ് ചെയ്താൽ കൂടുതൽ സ്ട്രോങ്ങർ മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഉണ്ടാവും. അപ്പോൾ ഈ സോളോനോയിഡ് ഒരു യൂസ് ചെയ്യുന്നത് എന്തിനാ അറിയോ? ഈ സോളോനോയിഡിൻ്റെ ലൂപ്പിൻ്റെ ഇടയിൽ ഉള്ളിൽ ഒരു അയൺ റോഡ്, സോഫ്റ്റ് അയൺ റോഡ് വെച്ചുകൊടുത്താൽ എന്താവും? അത്ര മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻഫ്ലുവൻസ് വന്നാൽ ആ അയൺ റോഡ് വിൽ സ്റ്റാർട്ട് ബിഹേവിങ് ലൈക്ക് എ മാഗ്നറ്റ്. അപ്പോൾ അതിനാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയാം. സോ ഇലക്ട്രോ മാഗ്നറ്റ് ഇസ് നത്തിങ് ബട്ട് ആൻ അയൺ റോഡ് ഓൺ വിച്ച് യു ഹാവ് ഇൻസുലേറ്റഡ് കോയിൽ ത്രൂ വിച്ച് വെൻ കറണ്ട് പാസസ് എവറിത്തിങ് ബിക്കംസ് മാഗ്നറ്റിക്. അപ്പോൾ ഇതൊരു വെരി സ്ട്രോങ് മാഗ്നറ്റ് ആയിട്ട് യൂസ് ചെയ്യും. അപ്പോൾ ഈ ഇലക്ട്രോ മാഗ്നറ്റൊക്കെ എത്ര എഫിഷ്യൻറ്റ്, എത്ര ഒരു വലിയ കണ്ടുപിടുത്തമാണ് അറിയോ? ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ ഇമാജിനിങ് ഇലക്ട്രോ മാഗ്നറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? വെറുതെ കറണ്ട് എന്തിനാണ് വേസ്റ്റ് ആക്കുന്നത്? നമുക്ക് ആ സ്ഥാനത്ത് ശരിക്കും മാഗ്നറ്റ് തന്നെ യൂസ് ചെയ്താൽ പോരെ. ബട്ട് ദെൻ ഇതിൻ്റെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ പറ്റിയ ഇത്ര ഒരു ഗുഡ് ഹെൽപ്പ് എന്താണ്? ഇതിന് അത്രയും വേഗം യു ക്യാൻ ഡീമാഗ്നറ്റൈസ് ഓൾസോ. ഫോർ എക്സാമ്പിൾ, ഇവിടെ കുറേ ഗാർബേജ് ഉണ്ട്. ഓക്കെ, മെനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗാർബേജസ്. ഫ്രം ദിസ് ഗാർബേജ് ദ ബ്ലാക്ക് തിങ്സ് ദറ്റ് യു ആർ സീയിങ് നോ, ദറ്റ് ആർ അയൺ തിങ്സ്, ആൻഡ് യു വോണ്ട് ടു സെപ്പറേറ്റ് ദറ്റ് അയൺ ഫ്രം ദറ്റ് ഗാർബേജ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സാധാ ഒരു മാഗ്നറ്റ് കൊണ്ടുവന്നാൽ ഈ അയൺ ഒക്കെ അതിലേക്ക് സ്റ്റിക്ക് ആവും. ഓക്കെ, ദെൻ യു ക്യാൻ ഈസിലി സെപ്പറേറ്റ് ഇറ്റ് ഔട്ട്. പക്ഷേ ആ മാഗ്നറ്റിൽ നിന്ന് ഇനി അയനെ പിടിച്ച് വലിച്ച് പുറത്തെടുക്കണ്ടേ? അത് കുറച്ചൊരു ഡിഫിക്കൽട്ട് ടാസ്ക് ആവുമല്ലോ. അതായത് നിങ്ങൾ ഈ സ്ഥലത്ത് ഒരു ഇലക്ട്രോ മാഗ്നറ്റാണ് യൂസ് ചെയ്തതെങ്കിൽ എന്താവും? നിങ്ങൾ കറണ്ട് പാസ് ചെയ്യുമ്പം അത് മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് ഫുൾ അയന് അട്രാക്റ്റ് ചെയ്തോളും. പിന്നെ നിങ്ങളത് മാറ്റി വെച്ചിട്ട് യു ഹാവ് ടു ജസ്റ്റ് പുട്ട് ദ സ്വിച്ച് ഓഫ് അല്ലേ. അപ്പോൾ അതിൻ്റെ മാഗ്നറ്റിക് ഇഫക്റ്റ് ഇല്ലാതാവും, ആൻഡ് ഓൾ ദാറ്റ് സബ്സ്റ്റൻസസ് വിച്ച് സ്റ്റക്ക് ടു ഇറ്റ് വിൽ ഫോൾ ഡൗൺ. സോ യു ക്യാൻ ഈസിലി ബ്രിങ് അബൌട്ട് സെപ്പറേഷൻ. അപ്പോൾ ഇങ്ങനെ അതിനെ മാഗ്നറ്റ്സ് ഉണ്ടാക്കുക. ഓക്കെ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇലക്ട്രിക് കറണ്ട് യു ക്യാൻ മേക്ക് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ്. നാച്ചുറലി യു ഫൈൻഡ് മാഗ്നറ്റ്സ് ഇൻ ദ സോയിൽ ആൻഡ് ഓൾ. മാഗ്നറ്റൈറ്റ് ഓറിന്നൊക്കെ മാഗ്നറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും. അതർവൈസ് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ് ആർ മെയ്ഡ് ലൈക്ക് ദിസ് ഇൻ എ വെരി സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ്. ഇഫ് യു കീപ് ദ അയൺ സബ്സ്റ്റൻസ് ദെൻ ദേ വിൽ ഗെറ്റ് മാഗ്നറ്റൈസ്ഡ്. അങ്ങനെയാണ് മാഗ്നറ്റ് ഉണ്ടാക്കുക വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സോളോനോയിഡ്. അപ്പോൾ ഇതിൽ നമുക്കൊരു നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ തന്നെ നോക്കാം. നിങ്ങൾക്ക് ഡയറക്ഷൻ ചോദിക്കും. ഇപ്പോൾ സ്ട്രേറ്റ് ലൈൻ കണ്ടക്ടർ ആകുമ്പം നിങ്ങൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്താ, അത് പറയാൻ എളുപ്പമായിരുന്നു. ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കാം, വെർ യു ഹാവ് എ ലൂപ്പ് ആൻഡ് യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. Consider a circular loop of wire lying in the plane of the table. So what they are saying, a circular loop of wire lying in the plane of the table. അപ്പോൾ ഇത് നമ്മുടെ ടേബിൾ ആണെങ്കിൽ it is just lying around like this. Okay, let the current pass through the loop clockwise. അപ്പോൾ current clockwise ആണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ direction of the current is going to be like this. Current is going clockwise. Apply the right hand rule to find out the direction of the magnetic field inside and outside the loop. അപ്പോൾ ഇൻസൈഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും? holding the loop in such a way that your thumb points towards the direction of the current. അപ്പോൾ നിങ്ങൾക്ക് എന്താ കാണാം? rest of the fingers are in the direction inwards അല്ലേ, ഉള്ളിലേക്കാണ്, ഈ ഡയറക്ഷനിലാണ്, ആൻഡ് ദെൻ കമ്മിങ് ഔട്ട് ലൈക്ക് ദിസ്. അപ്പോൾ ഉള്ളിലേക്കാണ് പോകുന്നത്. ഫ്രം എവ്രിവെയർ ഇറ്റ് വിൽ സീം ലൈക്ക് ദിസ്, ദ കറണ്ട് ഈസ് ഗോയിങ് ഇൻവേർഡ്സ്. Okay, so on the inside of the loop you will feel that the current is going inwards perpendicular to the plane of the paper, and on outside of the screen you will see that the current is coming outwards അല്ലേ. ഇവിടുന്ന് നോക്കുമ്പോൾ പുറത്തേക്ക് വരുന്ന പോലെ ഉണ്ട്. അപ്പോൾ it is coming outwards. How will you write the answer then? So you can write direction of the magnetic field inside the loop is perpendicular to the plane of paper and inwards, and the direction of the magnetic field outside the loop is perpendicular to the plane of paper and outwards. അപ്പോൾ I hope children you understood this concept of direction. ഇനിയൊരു കോൺസെപ്റ്റ് ഉണ്ട്, ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡും കറൻറ്റും അതിൻ്റെ കൂടെ തന്നെ ഒരു ഫോഴ്സും. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ്. ഈ മൂന്ന് സംഭവവും ഡയറക്ഷനുള്ള സംഭവമാണ്. അപ്പോൾ അത് കുറച്ചും കൂടി ഒരു ട്വിസ്റ്റർ ആയിട്ടുണ്ടാവും. നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. ദാറ്റ് ആൻഡ് ഓൾ വി വിൽ ഡു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഓക്കെ ചിൽഡ്രൻ, ബൈ.